അപ്പൊ ഇതിലിപ്പം പ്രശാന്ത് ഏട്ടൻ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ, എഡിറ്റിങ്, പോസ്റ്റർ ഡിസൈൻ, പിന്നെ എന്തോ നമ്മുടെ കോസ്റ്റ്യൂം, അങ്ങനെ പ്രൊഡക്ഷൻ, ക്യാരക്ടർ, അതെ ക്യാമിയോ വന്നു. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർക്കിലും ഞാനുണ്ട്, പക്ഷെ ഒരു ക്യാരക്ടർ പോലും മറ്റേവരുടെ സിനിമ അല്ല. അപ്പൊ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രിവിലേജും ലക്കുമാണ്. ഞാൻ ഇങ്ങനെയുള്ള പടത്തിൽ ഇനി വരുന്നതില് ഇനി വരാൻ പോകുന്നതിലും ഒക്കെ ഒരു പാസിംഗിലെങ്കിലും ഞാൻ ഉണ്ടാവും. ആസ് എ ഡയറക്ടർ ആയിരിക്കലോ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുള്ള, ഇതെല്ലാം ഒരുപോലെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യാൻ? അത്രയും ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിന്റെ ഗതികേട് കൊണ്ടും കൂടെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ഞാൻ ഇത്രയും തസ്തികയിലുള്ളവർക്ക് പൈസ കൊടുക്കണ്ട. ഇതില് നമ്മൾ ഹോങ്കോങ് വൈബ് കൊടുക്കാൻ വേണ്ടി വോങ്കാർ വൈഡ് സിനിമാറ്റോഗ്രാഫർ ക്രിസ്റ്റഫർ ഡോയലിന്റെ സ്റ്റൈൽസ്, പിന്നെ അത് സിനിമാറ്റോഗ്രാഫറാണ്, ഞാൻ റെഫറൻസുകൾ പറയും, അയാൾ അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് ചൈനീസ് ആ ഒരു സമയത്ത് സൂപ്പർ 16 എടുത്ത പടങ്ങളുടെ ആ ഒരു ടെക്സ്ചർ, പിന്നെ അതിന്റെ കളറിസ്റ്റും ആ ടെക്സ്ചറിലോട്ട് തന്നെ ഫുൾ ഫിലിമിനെ കൊണ്ടുവരാൻ നോക്കി. കോൺട്രാസ്റ്റ് ഒക്കെ ഹൈ ആണ്. അപ്പം എനിക്ക് ഉടനെ മലയാളത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് അതേ നെഗറ്റീവ് സ്പേസ് തന്നെ, പക്ഷേ ലെൻസിങ് മലയാള സിനിമയുടെ ലെൻസിങ് ആണ്. മലയാള സിനിമ 85-ലും 135-ലും ഒക്കെയാണ് എടുക്കുന്നത്. കാരണം ആൾക്കാരെ സുന്ദരന്മാരാക്കാൻ വേണ്ടി റാൻഡംലി രാജേഷ് നാരോ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രൈസ് ചെയ്യും. ഞാൻ ഇതിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നല്ലത് പറഞ്ഞില്ല. ഡയറക്ടർ തന്നെ എഡിറ്റ് ചെയ്തപ്പോ അല്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെക്കും. വെക്കും. ഞാൻ പിന്നെ നമ്മള് കഷ്ടപ്പെടും, വെയിലത്തൊക്കെ നിന്ന് നമ്മൾ കഷ്ടപ്പെടും എല്ലാം വെക്കുക. എന്നിട്ട് സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് സംഘർഷഘടന, ദി ആർട്ട് ഓഫ് വാർ സിനിമയുടെ സംവിധായകനും ആർട്ടിസ്റ്റുകളുമാണ്. സോ കൃഷാന്ത്, രാഹുൽ ആൻഡ് വിഷ്ണു അഗസ്ത്യ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. ഫെസ്റ്റിവൽസിനൊക്കെ പോയി ഒരുപാട് കയ്യടിയൊക്കെ നേടി. ഇപ്പൊ എന്നിട്ട് തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് സിനിമ. പക്ഷെ വളരെ ചുരുക്കം തിയേറ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് റിലീസ് ഉണ്ടായിരുന്നതും. അപ്പം തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സിനിഫൈൽസ് ആണ് കൂടുതലും ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നതും എല്ലാം. അപ്പൊ ഇന്നലെ ഞാൻ കണ്ടപ്പോഴും ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു, ഡയറക്ടറിന് പ്രസൻസ് ആ തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഓൾറെഡി സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ തിയേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഫെസ്റ്റിവൽ മൂഡ് അല്ലാതെ തിയേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? ആബ്സല്യൂട്ട്ലി നോ പ്രൊമോഷൻ ഫ്രം അവർ സൈഡാണ്. നമ്മൾ അത് സോഫ്റ്റ് റിലീസ് എന്നൊക്കെ ഇൻ്റർനാഷണലി പറയുന്നൊരു പരിപാടിയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒന്നാമത് ഇതൊരു ഓൾ ടാർഗറ്റ് മെറ്റീരിയൽ അല്ല. ഇത് ഒരു പർട്ടിക്കുലർ സിനിമയുടെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടൂ. അപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ തിയേറ്ററിലോട്ട് കയറ്റുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് എന്താണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ അതിനെക്കാട്ടും ഇത് ഇഷ്ടമുള്ള ആൾക്കാരെ ഡിസ്കവർ ചെയ്ത് വന്ന് കാണും. അപ്പോൾ ഇത്രയും ആൾക്കാർ ഡിസ്കവർ ചെയ്തുണ്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഷോസിലും 20-25 ആൾക്കാർ മൾട്ടിപ്ലക്സസിലുണ്ട്. ബാക്കിയുള്ളവർത്തൊക്കെ ഷോയൊക്കെ നിർത്തി തിയേറ്റർ മാറ്റുകയും ചെയ്ത്, പക്ഷേ ഒരു മൾട്ടിപ്ലക്സിലുണ്ട്. അപ്പോൾ ഇത്രയും സിനിഫൈൽസ് ഉണ്ട്. ഐ എം ഗെറ്റിംഗ് ഇത്. ചില ഷോസിൽ നമ്മുടെ ടീം പോയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഒരു സംഭവം കൊടുക്കും. ഇന്നലെ എനിക്കും പോകാൻ പറ്റിയ ഭാഗ്യത്തിന്. അപ്പോൾ അങ്ങനെയാണ്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ദർ ആർ സോ മെനി പീപ്പിൾ ഹൂ ആർ സപ്പോർട്ടിങ് സച്ച് ഫിലിംസ്. അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ, ഇത്രയും ആൾക്കാർ ഇത് കാണാനുണ്ടെന്നൊക്കെ പറയുന്ന മാജിക്ക്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഒരു മെറ്റീരിയൽ കൊണ്ടുവരും ഇപ്പം തന്നെ. അപ്പം 100% അത് അപ്പം ഇതിൻ്റെ അപ്പുറത്തെ ലിമിറ്റാണ് ഇതിൻ്റെ. അത് റാൻഡമായിട്ട് റോഡിൽ കൂടെ പോകുന്ന ഒരാളെ നമ്മൾ കള്ളം പറഞ്ഞൊക്കെ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇതങ്ങനെയല്ല, ഇത് അവർ നമ്മളെ തല്ലും. ഇത് മതി. അപ്പം പ്രൊമോഷൻ ഈസ് ആക്ച്വലി വേസ്റ്റ് ഓഫ് മണി. പിന്നെ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പല യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 വ്യൂസിൽ കൂടുതലില്ല. അപ്പം അത് സ്റ്റാഗ്നൻ്റ് ആയി എന്നൊരു തോന്നലുണ്ട്. വിഷ്ണുവിനെ സംബന്ധിച്ച് ഈ ഒരു യൂണിവേഴ്സിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളാണ്, കൃഷാന്ത് യൂണിവേഴ്സിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളാണ്. അപ്പം 3 ചെയ്തു. അതില് പുറത്ത് വരുന്ന ഫെസ്റ്റിവൽ 3 കഴിഞ്ഞെങ്കിലും. അപ്പൊ ഇതില് വന്നു കഴിഞ്ഞാലും കുഞ്ഞൻ എന്നുള്ള ഒരു കഥാപാത്രം ഭയങ്കര നമുക്ക് കാണുമ്പോ തന്നെ ആ ഒരു സ്നേഹവും ഒരു ഇഷ്ടക്കുറവും എല്ലാം തോന്നുന്ന ഒരു ക്യാരക്ടർ കൂടെ ആണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ യൂണിവേഴ്സിൽ വന്നിട്ടുള്ള, യൂണിവേഴ്സിലെ ഫസ്റ്റ് മൂവിയും കൂടെ ആയിരുന്നല്ലോ അഭിനയിച്ച ഫസ്റ്റ് മൂവി? എനിക്ക് തോന്നുന്നു RDX ഒക്കെ ഇറങ്ങുന്ന ആ സമയം, അങ്ങനെ ആ ടൈമൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, യെസ്, അതില്
അതിലെല്ലാ ക്യാരക്ടേഴ്സും അതിലെ ആ യിങ് യാങ്, അതായത് നമുക്ക് ആദ്യം വളരെ ഇഷ്ടം തോന്നും, പാവാണെന്ന് തോന്നുകയും പിന്നെ അയാളുടെ ഒരു ഡാർക്ക് സൈഡ് കാണുകയും, അല്ലെങ്കിൽ ആദ്യം വളരെ എന്തൊരു ദുഷ്ടനാണെന്ന് തോന്നിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ഏതെങ്കിലും ഒരു ഹ്യൂമൻ സൈഡ് ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ സാധാരണ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമുക്കൊക്കെ ഐ മീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ പറ്റി നല്ലത് പറയാൻ ആളുകളുണ്ടാവും, മോശം പറയാനൊക്കെ ആളുകളുണ്ടാവില്ലേ. അപ്പൊ ആ ഒരു സ്ട്രീമിലാണ് ഇതിൽ നിൽക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിലേക്ക് വന്നു, ഫെസ്റ്റിവൽസിന് ഒരുപാട് ആളുകൾ ഞാൻ ഫുൾ പാക്ഡ് ആയിട്ട് ഇരുന്ന് കണ്ടതാണ് സിനിമ. അപ്പോൾ അതിനുശേഷം തിയേറ്ററിൽ നമുക്ക് ഇത്രയധികം സിനിഫൈൽസ് നമ്മുടെ ഈ കേരളത്തിൽ ഇത്തരം സിനിമകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇറ്റ് ഈസ് ദെയർ എന്നുള്ളത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ട്രൈ ചെയ്യണം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇൻസ്പയറിംഗ് ആണ്. അതെ അതെ അതെ, റിലീസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകൾക്ക് ഒന്നും റിലീസ് കിട്ടത്തില്ല, ബിക്കോസ് ഓഫ് ചേംബറും പ്രൊഡക്ഷനും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കാരണം റിലീസ് കിട്ടത്തില്ല. അത് കിട്ടിയാൽ തന്നെ ആരും വന്ന് കാണത്തില്ല. അപ്പോൾ നമ്മുടെ ആരും അല്ലെന്ന് ആൾക്കാർ പേടിക്കാതെ ഒരു ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒരു 3-4 പേര് അല്ലാതെ ഒരു 10-12 പേരുണ്ട്, 25 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ഡീൽ തന്നെ. അപ്പോൾ ഈ സിനിമയുടെ ഒരു സൈക്കിളിൻ്റെ ഒരു കംപ്ലീഷനും കൂടെ ആയി. ഇനി ഒരു OTT റിലീസും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുമായിരിക്കും. ഞാൻ വിഷ്ണു കൂടെ വേറൊരു വർക്കിനാണ് മീറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇത് ഇൻസോംനി കണ്ടിട്ട് ഞെട്ടി. എന്നിട്ട് നമ്മൾ വേറൊരു ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിലൊരു ക്യാരക്ടറുണ്ട്, ഒരു ഓൾഡ് ഏജും യങ്ങും ഒക്കെ ഇത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ദാറ്റ് വാസ് വേ ബിഫോർ RDX. അല്ല, ഐ തിങ്ക് RDXന് പ്രെപ്പ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തിട്ട് അത് നടന്നില്ല ആ പ്രോജക്റ്റ്. അങ്ങനെ ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നെത്തിയത്. ഇത് ഞങ്ങൾ ഐ മീൻ എനിക്കൊന്ന് മെറ്റീരിയൽ വന്നതിന് ശേഷം ഇതിൽ AD ആവുക, അല്ലെങ്കിൽ ആ സമയത്ത് വെറുതെ ഇരിക്കുക, എനിക്ക് ആ ടൈമിൽ എന്തെങ്കിലും എൻഗേജ് ചെയ്തിരിക്കുക എന്നുള്ള സംഭവം. പിന്നെ എനിക്ക് ഒരുപാട് കോമൺ സുഹൃത്തുക്കൾ പ്രശാന്തിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ഷിൻസ്, പടച്ചേട്ടൻ, പടവീട്, ഇതില്ല നമ്മുടെ പടവീടൻ. അപ്പൊ ഇവരെല്ലാരും പറഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് ഇവരെ നമ്മളെ പറഞ്ഞ് പുതുപ്പിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ പോയിട്ട് നമ്മളാ കാസ്റ്റിംഗ് ഒക്കെ ഇത് ഇയാള് ചെയ്യട്ടെ, അത് അയാൾ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇത് താൻ ചെയ്താ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങനെയുള്ള പടത്തിൽ ഇനി വരുന്നതില് ഇനി വരാൻ പോകുന്നതിലും ഒക്കെ ഒരു പാസിംഗിലെങ്കിലും ഞാൻ ഉണ്ടാവും. I think when people watch this interview after the series, the first 2 episodes, ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അതിലൊരു വില്ലൻ കഥാപാത്രം ഭയങ്കര നെഗറ്റീവ്. അതിന്റെ ഒന്ന് ഞാൻ വായിച്ചിരുന്നു, ഫസ്റ്റ് അടിയിൽ തന്നെ വീടുന്ന ഒരു വില്ലൻ. അല്ലാണ്ട് ജസ്റ്റിഫൈഡ് ആയിട്ട് ഇയാളെ ദേഷ്യം എന്തിനാണെന്ന് ഈ സംഘർഷം കാണിക്കുന്നത്. അടുത്തൊരു ഇതൊന്നും അല്ല, ഹ്യൂമർ സൈഡ്. അതെ, രാഹുലേട്ടനിലേക്ക് വന്നു കഴിഞ്ഞാലും ആദ്യം മുതലേ കൃഷാന്തേട്ടന്റെ കൂടെ ഓക്കെ. അപ്പൊ സംഘർഷടനയിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ? അതിൽ എനിക്ക് അതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാ. ഫിസിക്കിന് ചേരുന്ന കഥാപാത്രം അല്ലെങ്കിൽ കൂടി ആ ഒരു കഥാപാത്രം തന്നെ രാഹുലേട്ടൻ ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതല്ല, പക്ഷെ സ്റ്റിൽ ആ ഒരു കഥാപാത്രം നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന് ആ ഫിസിക്കിന് ചേരുന്നതായിട്ടും, മറിച്ചും വേണമെങ്കിൽ ചിന്തിക്കാം ഓക്കെ ആ ഫിസിക്കിന് ചേരാത്ത ഒരു ക്യാരക്ടറാണ്, പക്ഷെ അത് രാഹുലേട്ടൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വേറെ ആളെ വെച്ച് ചിന്തിക്കാനും പറ്റില്ല. അങ്ങനെ ഒന്നായിരുന്നു. എങ്ങനെയായിരുന്നു അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു സിനിമയായിരുന്നു ആ സമയത്ത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അത് ഒന്ന് പുഷായി പോയപ്പോ പെട്ടെന്ന് ഇപ്പം എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്, അപ്പൊ നമുക്കൊരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറെ നാൾ മുമ്പ് പറഞ്ഞ ഐഡിയ ആണ്. പെട്ടെന്ന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എനിക്കിത് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വായിക്കാൻ തോന്നും. അപ്പൊ ഇത് ഏത് ക്യാരക്ടറാണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പൊ എന്താ ഞാൻ മറ്റേ പടച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ അല്ല, കാരണം അതിനു മുമ്പ് പ്രക്രിയ എന്ന് പറഞ്ഞ സീരീസിൽ ഞാൻ അതേപോലെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേറെ ഏതാണ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഈ ക്യാരക്ടർ വായിച്ചപ്പം രസമുണ്ട്, റഫീഖ് ജഹാംഗീർ എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നിട്ട് അതിനകത്ത് ആദ്യം ഇല്ലായിരുന്നൊരു സാധനമുണ്ട്, ഇയാൾ ഒരു ക്രൈ ബേബിയാണ്. എന്നുവെച്ചാൽ മറ്റേ ഭയങ്കര കൽപ്പനാണെന്ന് തോന്നുകയും എന്നാ മറ്റേ അടി കൊള്ളുന്ന കൊണ്ടാണ് ഇയാളാണ് കുറെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ആ പ്രശ്നങ്ങളിൽ ഇയാൾ അടി മേടിച്ചുകൊണ്ട് വരികയാണ്. ഇത് കാണുമ്പോൾ ഇയാൾക്ക് ആദ്യം ഒരു അയ്യോ കഷ്ടം എന്നൊക്കെ തോന്നുന്നൊരു ക്രൈ, നമുക്ക് എവിടെയോ ഇയാളോടൊരു ഇഷ്ടം തോന്നുന്നൊരു പരിപാടി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അവസാനം ആകുമ്പോഴത്തേക്കും ഇയാൾ
ചെറ്റയാണ് എന്നുള്ളതും ഫീൽ ചെയ്യണം. ഇതാണ് എന്നോട് പറഞ്ഞത് സംഭവം. അപ്പം നമ്മുടെ കൂടെ അഭിനയിച്ച തമ്പിയുടെ അമ്മ മറ്റേ ഷാഹിന്റെ ഷോ കഴിഞ്ഞിട്ട് മുന്നേ ആദ്യം മോന്റെ കണ്ടപ്പോ സങ്കടം വന്നു. അവസാനം ഒരു അടി തരാം. പക്ഷെ നമ്മളെല്ലാവരും ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. നമ്മള് പുതിയതായിട്ടൊരു സാധനം, എനിക്കത് വളരെ ന്യൂ ആയിരുന്നു. ഞാൻ ലൗഡാണ് അപ്പം, പക്ഷെ ഇയാളുടെ എവിടെയോ ഒരു ലൈക്കബിലിറ്റി ഉണ്ട്. അപ്പൊ ഒരു ഫൈൻ ലൈനാണ് ഇത്. അത് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഇങ്ങനെ IFK കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നിട്ടും ലാസ്റ്റ് വീക്കും കോഴിക്കോട് IFK ഉണ്ടായിരുന്നു. ഒരു പാക്ട് ഹൗസിൽ ഇരുന്ന് പിന്നെയും സിനിമ കാണാൻ പറ്റി. അപ്പൊ ആളുകൾ എൻജോയ് ചെയ്തിട്ട് പടം കഴിഞ്ഞു വന്ന് ഒരുപാട് സംസാരിക്കുന്നത് നമ്മുടെ സിനിമയെ കുറിച്ച്. ആ ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്കം. പിന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ സോഫാർ ചെയ്തേക്കുന്ന ഒരു സ്പേസിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് ആക്ടേഴ്സിന് കുറച്ചൊരു ഓവർ ദ ടോപ്പ് ഒക്കെ ചെയ്യാൻ കിട്ടുള്ളൂ. അത് നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ഉള്ള ഒരു ഫിലിം മേക്കർ ഒക്കെ വന്നാലേ നമുക്ക് അതായത് അദ്ദേഹം ജഡ്ജ് ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഭയങ്കര ഓവർ ദ ടോപ്പ് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും ഇത് ഓവർ ആക്ടിങ് ആണോ എന്ന് പറയുന്ന ഒരു ധാരണ എപ്പോഴും ഉണ്ടാകും. അപ്പൊ ആ ഇഷ്ടംപോലെ ചെയ്ത് പാടിയിട്ടുണ്ട് നമ്മളെല്ലാരും. പക്ഷെ അത് ഇതേപോലെ സിനിമയിലൊന്നും അല്ലെന്നേ ഉള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർക്കിലും ഞാനുണ്ട്. പക്ഷെ ഒരു ക്യാരക്ടർ പോലും മറ്റേതായിട്ട് സിനിമ അല്ല. അത് എനിക്ക് ഭയങ്കര പ്രിവിലേജും ലക്കുമാണ്. അപ്പം അത് ഇനി ഇറങ്ങാൻ പോകുന്നത്, ഞാൻ കൊമേഴ്ഷ്യൽ സിനിമയിൽ ഇതുവരെ പ്രോപ്പർ ഹ്യൂമർ ചെയ്തിട്ടില്ല. ആക്ച്വലി പ്രോപ്പർ ഹ്യൂമർ പരിപാടിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ടീച്ചറൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ തോന്നില്ല. പക്ഷെ തിയേറ്ററിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ പറയും. രാഹുലിന് അത് ഇതുകൊണ്ട് ലൈക്ക് എന്തോ ഇതില് രാഹുലിന്റെ ആക്ടിങ് നോട്ടീസ് ചെയ്യത്തില്ല സംഘർഷാണിൽ, വിച്ച് ഇറ്റ്സെൽഫ് ഈസ് വെരി ഗുഡ്. കാരണം നമ്മുടെ പില്ലേഴ്സായിട്ട് സുനി ചേട്ടനും കുഞ്ഞനന്തനും നിൽക്കുക. ഇതിന്റെ ഇടയിലുള്ള സ്പേസുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയില്ലെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനെ സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് മാത്രമേ ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ സുനിചേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ മാത്രമേ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആൾക്കാര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കിയ പറ്റും. അതിൽ പോലീസുകാരനായിട്ട് ഇന്ദു ചൂടൻ ഭയങ്കര രസമായിട്ട്, അതായത് നമ്മള് കൂടെ ആക്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിത് പോയി തിയേറ്ററിൽ ഫുൾ പാക്ഡ് ഇരുന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിപ്പോ ഒരു 4-5 തവണ കണ്ടിട്ടുണ്ട്. എല്ലാ തവണ കാണുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എൻജോയ്മെന്റ് അല്ലേ, ആ ക്യാരക്ടർ എന്താ പറയാൻ പോകുന്ന മെറ്റീരിയൽ നമുക്കറിയാം, മൊമെന്റ് നമുക്കറിയാം, സ്റ്റിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ സരസനായ ഒരു പോലീസുകാരനാണ്, പക്ഷേ ഭയങ്കര ഷൂടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇടയിലുള്ള റൈറ്റിംഗ് ആണ് ഇവർക്ക്. ഇവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. കാരണം മറ്റേത് രണ്ടും അവർക്ക് നമ്മൾ ടൈമും ക്യാമറയും സ്ക്രിപ്റ്റും എല്ലാം അവരെ സപ്പോർട്ട് ചെയ്താണ്. ഇവര് ദേ ഹാവ് ടു വർക്ക് ഹാർഡ്. നമ്മുടെ കൂടെ ഒരു സീനിൽ ഇപ്പം അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവനൊരു ഒരു സീനിൽ വരുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഈ സ്പെൻസ് ടൈം വിത്ത് ഇതെങ്ങനെ ഇവർക്ക് കുറച്ചും കൂടി ഇവരെ കംഫർട്ടബിൾ ആക്കി എങ്ങനെ ഇവരുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ പറ്റും നമ്മുടെ എഫേർട്ട് ഓരോ ചെറിയ ക്യാരക്ടറിനും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും കാരണം ഈ സിനിമ എല്ലാവരും നല്ല രസം, എല്ലാവരും ക്യാരക്ടേഴ്സ് ആണ്. ആർട്ടിസ്റ്റുകളെ മേഘ ഇന്നലെ ഞാൻ കണ്ടപ്പോ മേഘയൊക്കെ അമ്മൂനൊക്കെ മേഘ ഭയങ്കര ഇഷ്ടം. പഠിച്ചേണ്ട വൈഫായിട്ട് വരുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തു പറയേണ്ട കുറെ ഉണ്ട്, കുറെ എലമെന്റ്സ് ഉണ്ട്. ഇവൻ ചെറുതായിട്ട് വരുന്ന കോമഡി ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഇന്റർവ്യൂസിലാണല്ലോ ഞാൻ കണ്ടു ഷിൻസാട്ടന്റെ മറ്റേ പൊറോട്ട കോമഡി, അത് ഭയങ്കരമായിട്ട് ചിരിയും അത് ഓർക്കുമ്പോഴേ കോമഡിയാണ്. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയത്. സോറി, പീസിലങ്ങത്തെ ഒരു സമാധാനത്തിന്റെ പാതയിലാണ്. അപ്പൊ ഇത് ഈ കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇപ്പം ഒരു ബുക്കിന്റെ അഡാപ്റ്റേഷൻ, പക്ഷെ ആ രീതിയിലല്ല, അതിനെ ഒരു ലോക്കൽ ഏരിയയിൽ കൊണ്ട് അതിന്റെ ഒരു അത് പ്ലേസ് ചെയ്യുന്നു. അതിനെ സ്ക്രീൻ പ്ലേയിലേക്ക് ആക്കുമ്പം എന്തൊക്കെയായിരുന്നു? ബുക്കിന്റെ അതേ രീതിയിലല്ല അഡാപ്റ്റ് ചെയ്യുന്നത്, അതിലെ എലമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സ്റ്റോറി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം എങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്സ്? അത് ഞാൻ ഈ ബുക്ക് ഫിലിം മേക്കിങ്ങില് ഫിലിം മേക്കേഴ്സൊക്കെ വായിക്കുന്ന ഒരു ബുക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ സിനിമ ഒരു യുദ്ധമാണെന്നും സിനിമയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പടയാളി പോരാളിയാണെന്നും ഒക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഈ ഫിലിം മേക്കിങ്ങിൽ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് കൊണ്ടുവച്ചിട്ടുണ്ട് ഫിലിം സ്കൂൾസിലൊക്കെ.
അപ്പോൾ ഇത് നമ്മുടെ അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് ഇത് ആദ്യമായിട്ട് ഈ ആർട്ട് ഓഫ് വാർ പുസ്തകം വായിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പുസ്തകം ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് വാർ എന്നൊക്കെ പറയുന്ന പുസ്തകമൊന്നും ഇറങ്ങാനൊന്നും പാടില്ല. എന്ന് വെച്ചാൽ ഇറ്റ്സ് റബ്ബിഷാണ്. വാറിൻ്റെ അകത്തുള്ള തന്ത്രങ്ങൾക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി പുസ്തകം 3000 വർഷം മുമ്പ് ഓക്കെയാണ്. ഇപ്പോൾ അത് അത് ഇപ്പോഴും MBA പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പല ഇതിലും ബിയാണ്. അപ്പോൾ ഈ ബുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് ഇറലവൻറ്റ്. അപ്പോൾ ഞാനിതൊരു സ്പോർട്സ് ഡ്രാമ ആയിട്ടാണ് ആദ്യം അഡാപ്റ്റ് ചെയ്തത്. അത് ഇവരുടെ അടുത്ത് പറയുന്നത് ഞാൻ സ്പോർട്സ് ഡ്രാമ ആയിട്ട് ഒരു 10-12 പേജൊക്കെ എഴുതി. അപ്പം ചതിയും മറ്റേതും ഒക്കെ അല്ലേ സ്പോർട്സ് ഡ്രാമയിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഗോസ് ഇൻ ടു മറ്റേ ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചതിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്പോർട്സ് സിനിമയിൽ ആവശ്യമില്ലാത്തൊരു സാധനം വരില്ല. നമ്മളെല്ലാം ടീമായിട്ട് ഞാൻ നിങ്ങൾക്ക് ബോൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യും കാണിക്കും. മനസ്സിലല്ലേ? ആ ഒരു 90കളിലെ ടെംപ്ലേറ്റിൽ വീഴുമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഗാങ്സ്റ്ററിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ പിന്നെ ആന്റി വാർ മൂവി ചെയ്ത അത് വാർ മൂവി ആവുമെന്ന് ഒരു ഫേമസ് ക്രിട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ആന്റി വാർ മൂവി ചെയ്താലും ഇപ്പം തിൻ റെഡ് ലൈൻ ആണെങ്കിൽ പോലും at one point you have to show people with guns are trying to be brave. അത് എവിടെയെങ്കിലും കാണിച്ചേ പറ്റും. അപ്പോൾ ആൻറ്റി വാർ ആക്കണമെങ്കിൽ വാറിനെ കുറിച്ച് നമ്മൾ വാറിൻ്റെ അകത്ത് ഹീറോയിസവും സർവൈവലും കാണിക്കാതെ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കൊണ്ടതിട്ട് കഴിഞ്ഞാൽ ആൻറ്റി വാർ. അങ്ങനെയൊക്കെയാണ് ഇതിൽ അഡാപ്റ്റ് ചെയ്ത് എത്തിയേക്കുന്നത്. പിന്നെ കുറേ നമ്മൾ ഒരുപാട് ഇന്ന് വായിച്ച് ഇത് വർക്കാവും അങ്ങനെ ഇടയിലുള്ള സാധനം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ആർട്ട് ഹൗസിയൻ സ്പേസിലാണ് കിടക്കുന്നെങ്കിലും ഐബോളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ആൾക്കാർ. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മളിപ്പം വാർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വായിച്ച ഹിസ്റ്ററി ആവട്ടെ അല്ലെങ്കിൽ പുസ്തകങ്ങളാവട്ടെ രണ്ട് സ്ഥലങ്ങളിൽ തന്ത്രങ്ങൾ മെനയാൻ നിൽക്കുന്ന ബ്രേവ് ആയിട്ടുള്ള അങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ജീവന് ഭയം ഉണ്ടെന്ന്, അതായത് ഞാൻ പറയുന്ന ഫിലിം മേക്കർ ഈ ആർട്ട് ഓഫ് വാറും ഇവിടുത്തെ ഈ ഗാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസിനൊക്കെ നോക്കുമ്പോൾ അതില് ജീവനി ഭയം വന്നതിന് ശേഷം ഇതില് ഇൻഷുറൻസ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുന്നൊരു ഹ്യൂമൈൻ സൈഡ് ഉണ്ടല്ലോ. അപ്പൊ ബേസിക്കലി ഗാങ്സ്റ്റേഴ്സിന്റെ വൺ ഓഫ് ദ, അതായത് 2 കിങ് ആയിട്ട് തന്നെ വെച്ചു. അതായത് നമ്മുടെ പടച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറും ഇപ്പൊ ഞാൻ ചെയ്ത ക്യാരക്ടറും ഇങ്ങനെ 2 പ്ലേസ്മെന്റ്, 2 ലീഡേഴ്സ് എന്നൊക്കെ തന്നെ വെക്കുമ്പോഴും ഒന്ന് ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള മണ്ടന്മാരുമായിട്ട് പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു രാജാവും സ്വന്തം ജീവന്റെ ഒരു പരിപാടികളിൽ പണ്ട് ഗുണ്ടയായിരുന്നു. പക്ഷെ ഇപ്പം ഗുണ്ട ഭയങ്കര പോലീസ് ആണെങ്കിൽ പോലും ഇൻഷുറൻസ് തരാമായിരുന്നു എന്നാണ് അതില് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ജീവന് ഭയമുള്ള സമാധാന ആഗ്രഹമുള്ള ഒരു രാജാവാണ് മറ്റേത്. അപ്പൊ അങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫിലിം മേക്കറിന്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരെ രണ്ടുപേരും ഭയങ്കര സ്റ്റബേൺ ആയിട്ട് നിർത്തി, ഭയങ്കര ബ്രേവ് ആയിട്ട് നിർത്തി, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി മരിക്കുന്നു എന്നുള്ളതാണല്ലോ ആകെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിലെനിക്ക് തോന്നുന്നു ആർട്ട് ഓഫ് വാറിനെ പ്രോപ്പർലി കളിയാക്കിയിട്ടുണ്ട്. അത് രണ്ടാൾക്കാരുടെയും ആ ഇമോഷൻസും പേടിയും എല്ലാം ഉണ്ടല്ലോ, ഹ്യൂമൻ അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്ന ഒരു രാജാവും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഫുൾ ടൈം 24 hours ഉറങ്ങുന്ന 8 മണിക്കൂർ ഒഴിച്ച് ബാക്കി എല്ലാ അവേഴ്സും ഭയങ്കര ബ്രേവ് ആയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു. പണ്ട് രാജാവ് കണ്ടിട്ടില്ല. എപ്പോഴും മരണഭയം എപ്പോഴും റെഡി ഫോർ വാർ ആലോചിച്ചിട്ടുണ്ട്. കാരണം വല്ലാണ്ട് ഗ്ലോറിഫൈഡ് അല്ലേ ഈ പരിപാടികൾ എന്നുള്ളത്. കാരണം ഇവർക്ക് മറ്റേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടോയ്ലറ്റൊക്കെ മറ്റേ ചാവരായിട്ട് വിളിച്ചിരിക്കുമ്പോ ടോയ്ലറ്റിൽ പോകുന്ന. അപ്പൊ ഇതിലിപ്പം പ്രശാന്ത് ഏട്ടൻ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ, എഡിറ്റിങ്, പോസ്റ്റർ ഡിസൈൻ, പിന്നെ എന്തോ നമ്മുടെ കോസ്റ്റ്യൂം, അങ്ങനെ പ്രൊഡക്ഷൻ, ക്യാരക്ടർ, അതെ ക്യാമിയോ വന്നു. അപ്പം ഒരു സിനിമ ആസ്പിറന്റ് ശരിക്കും ഒരു ഫുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കി കാണാൻ പറ്റുന്ന ഒരാളാണ് പ്രശാന്ത് എന്നൊരു ആള്. അപ്പൊ ഇത് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഡയറക്ടർ ആസ് എ ഡയറക്ടർ ആയിരിക്കുമല്ലോ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുള്ള. ഇതെല്ലാം ഒരുപോലെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യാൻ പറ്റും? അത് അത്രയും ചിന്തിക്കുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ ഗതികേട് കൊണ്ടും കൂടെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ഞാൻ ഇത്രയും തസ്തികയിലുള്ളവർക്ക് പൈസ കൊടുക്കണ്ട.
അയ്യോ പിന്നെ ഞാൻ ഇപ്പൊ എല്ലാ ഫിലിംസിലും ഒരു പൊസിഷനും കൂടെ എടുക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മെറ്റീരിയലിന്റെ കൺട്രോൾ ഫ്രീക്ക് ആണെന്നല്ല, അത് ലെഗ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പുരുഷപ്രായത്തിൽ സിനിമാറ്റോഗ്രഫി ചെയ്തു, സീരീസിൽ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് ചെയ്ത സാധനത്തിലും പല പല പേരുകളിൽ ഞാൻ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു എന്തെന്ന് പറയാൻ, ഒരു ക്യാപിറ്റലിസത്തിന്റെ അകത്ത് എനിക്ക് എൻ്റെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ വന്നോണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹാരി വിഷൻ എന്നൊക്കെ വിട്ടു ഒക്കെ പേര് കേട്ടിട്ട് കളറിങ് അങ്ങനെ പലതിനും പേര് മാറ്റി തന്നെ ഞാൻ നേരത്തെ ചെയ്യരുത്. കാരണം ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ ഈ എല്ലാം ഒരാൾ തന്നെ ചെയ്തെന്ന് കാണുമ്പോഴത്തേക്കും ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടെന്നൊക്കെ ബയേഴ്സ് വിചാരിക്കും. അപ്പം പല പല പേരുകൾ അങ്ങനെ ഇപ്പൊ അത് ചെയ്യുന്നില്ല. ഐ ആം ഓൾസോ മോർ ഇൻ കൺട്രോൾ ഓഫ് മൈ മെറ്റീരിയൽ എന്ന്. പിന്നെ അത് ആർക്കും എക്സാമ്പിൾ ഒന്നും അല്ല ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് അത് എക്സാമ്പിൾ ആണ്. പക്ഷെ അല്ലാതെ ഇഫ് യു ആർ ഏബിൾ ടു കൺവിൻസ് എ പ്രൊഡ്യൂസർ, ടാരന്റീനോ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാം ഒന്നും ചെയ്യണ്ട. യു ബ്രിങ് ഇൻ ദ ബെസ്റ്റ് പീപ്പിൾ, യുവർ ജോബ് ഇസ് ടു ടെൽ യുവർ ഐഡിയ ടു ദോസ് പീപ്പിൾ. ആ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം മതി. പക്ഷെ ഇത് അങ്ങനത്തെ പ്രോഡക്റ്റുകളല്ല സംഘർഷമായിരുന്നു. വേറെ ഒരാൾ നിറയെ മണി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഇതിന്റെ ആ മണി തിരിച്ച് ഔട്ട് കിട്ടും എന്നുള്ള പ്രോഡക്റ്റുകളല്ല ഇത്. ഇതിൻ്റെ അകത്തൊരു റിസ്ക് ഉണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് തീർത്ത് കഴിയണം. ഇത് പുറത്ത് വന്നാലേ ആൾക്കാർക്ക് ഇത് യുണീക്കാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുവരെ ഇതൊരു ലോസ് ഓഫ് മണി പരിപാടിയാണ്. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് എഴുത്തിലുണ്ട്, പ്രൊഡക്ഷനിലുണ്ട്, ഏരിയാണ്. അത് ഞാൻ വിളിച്ചു ചോദിച്ച ശേഷം അതെന്ന് വെച്ചാൽ നമ്മൾ ആ സീൻ എടുക്കുന്നതിന് വേണ്ടി പോയി വിളിച്ചു ചോദിച്ച, എന്നിട്ട് എനിക്ക് ആ ജോക്ക് നമ്മൾ റിഹേഴ്സ് ചെയ്തിട്ട് ആ ജോക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ അടുത്ത് അപ്പൊ എന്താണ് വെച്ചാൽ അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് സുനിച്ചേട്ടൻ. ഈ അകൽച്ച വാക്കില്ലെങ്കിൽ വർക്കാവും. വല്ലാത്തൊരു അകൽച്ച ഫീൽ. ആ ആളെത്ര സോഫ്റ്റ് ആണെന്ന് അതിലൂടെ. അതെ. പിന്നെ ഇപ്പം കൃഷാന്തേട്ടൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രെയിംസും ലൈറ്റിങ്ങും അത് നമ്മൾ ഓരോ ഇപ്പം ആവാസവ്യൂഹം ആയിക്കോട്ടെ, പുരുഷപ്രേതം, പിന്നെ ഇപ്പൊ സംഘർഷാടന, ഇതില് ഡച്ച് ആംഗിൾ കൂടുതലും യൂസ് ചെയ്യുക, അല്ല ലൈറ്റിങ്ങിന് കുറച്ച് നിയോൺ ലൈറ്റ്സ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് നേരത്തെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണിൽ കൂടെ ഉള്ളതാണോ? എനിക്ക് തോന്നുന്നു എന്റെ ടേസ്റ്റ് അതിലാണെന്ന് തോന്നുന്നു. ഇതില് നമ്മൾ ഹോങ്കോങ് വൈബ് കൊടുക്കാൻ വേണ്ടി വോങ് കാർ വൈയുടെ സിനിമാറ്റോഗ്രാഫർ ക്രിസ്റ്റഫർ ഡോയലിന്റെ സ്റ്റൈൽസ്, പിന്നെ അത് സിനിമാറ്റോഗ്രാഫറാണ്. ഞാൻ റെഫറൻസുകൾ പറയും, അയാൾ അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് ചൈനീസ് ആ ഒരു സമയത്ത് സൂപ്പർ 16 എടുത്ത പടങ്ങളുടെ ആ ഒരു ടെക്സ്ചർ, പിന്നെ അതിന്റെ കളറിസ്റ്റും ആ ടെക്സ്ചറിലോട്ട് തന്നെ ഫുൾ ഫിലിമിനെയും കൊണ്ടുവരാൻ നോക്കി. കോൺട്രാസ്റ്റ് ഒക്കെ ഹൈ ആണ്. അപ്പം പുരുഷപ്രേതം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷപ്രേതത്തില് റെഡ്സ് ആൻഡ് ഗ്രീൻസ് ഭയങ്കര ക്ലീൻ ആണ്. ഇതിൽ അങ്ങനെ റെഡ്സ് ആൻഡ് ഗ്രീൻസ് ഒന്നും അല്ല. ഇതിൽ കുറച്ചുകൂടെ ഒരു റെഡ്സും ചൈനീസ് കളേഴ്സ് ഒക്കെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ചൈനീസ് പക്ഷെ നമ്മുടെ അത്രയും ഡീറ്റെയിൽഡ് അല്ല, കാരണം നമ്മുടെ പ്രൊഡക്ഷൻ അത്രയും ബിഗ് അല്ലാത്തതുണ്ട്. അങ്ങനെ ഒരു പിന്നെ എനിക്ക് ടേസ്റ്റ് വൈസ് ഈ ഹൈ കോൺട്രാസ്റ്റ് ഇമേജസ് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ. പുള്ളി ഇപ്പം ഡെന്റിസ്റ്റിന്റെ അവിടെ ഇരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുമ്പോൾ പുള്ളി കാരവാജോ പെയിന്റിങ്സിനെ കുറിച്ചും റംബ്രാൻഡിനെ കുറിച്ചും ഒക്കെ ആ ഒരു ലൈറ്റിൽ സർക്കിൾ വരണം. പിന്നെ എല്ലാത്തിലും സർക്കിൾസ് ഒരുപാടുണ്ട് ഈ സിനിമയിൽ. യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ഫ്രെയിംസ് ആഫ്റ്റർ ദ ഫിലിം ഗെറ്റ്സ് ഓൺ OTT. സർക്കിൾസോടെ സർക്കിൾസ് ആണ്. രാഹുൽ വീഴുന്നിടത്ത് സർക്കിളാണ്, ഉള്ളിയൊക്കെ വെച്ചിട്ട് നമ്മൾ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സർക്കിളാണ് ഇതിന്റെ ഒരു ഇങ്യാങ്ങിന്റെ ഒരു സംഭവം. അപ്പൊ അത് ആ ഒരു ഡിസൈൻ എലിമെന്റ് ആണ് ഇതിന്റെ എലിമെന്റ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴത്തേക്കും നമ്മളത്. അപ്പൊ ഡച്ച് ഒരാൾക്ക് ക്ലോക്ക് വൈസ് സർക്കിളും ഒരാൾക്ക് ആന്റി ക്ലോക്ക്, ഇത് രണ്ടും കൂടെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്ന ട്രിപ്പ് നമ്മുടെ മൈൻഡിലുണ്ട്. അത് ചിലർക്ക് കിട്ടും, കിട്ടാത്തവർക്കും അത് സിനിമാറ്റിക്കലി എഫക്റ്റീവ് ആയിരിക്കും. ഇതാണ്. ഞങ്ങൾ ആക്ച്വലി പുരുഷപ്രേതം കണ്ടിട്ട് അതിൽ ആ നെഗറ്റീവ് സ്പേസ് കണ്ടിട്ട് ഞങ്ങളുടെ ഒരു വർക്കിൽ ഞങ്ങളത് റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രെയിംസ് അങ്ങനെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് കൂടുതലും. പിന്നെ കൂടുതലും വൈറ്റ് ഷോട്ട് യൂസ് ചെയ്യുക. മനസ്സിലായി. അത് ഞാനും കോമറ്റ് എന്ന് പറയുന്നൊരു ഒരു സിനിമയും മിസ്റ്റർ റോബോട്ട് എന്ന് പറഞ്ഞ സീരീസിലാണ് ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കണ്ടത്. അപ്പോൾ എനിക്ക് ഉടനെ മലയാളത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് അതേ നെഗറ്റീവ് സ്പേസ് തന്നെ, പക്ഷേ ലെൻസിങ് മലയാള സിനിമയുടെ ലെൻസിങ് ആണ്. മലയാള സിനിമ 85-ലും 135-ലും ഒക്കെയാണ് എടുക്കുന്നത്. കാരണം ആൾക്കാരെ സുന്ദരന്മാരാക്കാൻ വേണ്ടി, സുന്ദരിമാരാക്കാൻ. അപ്പൊ അത് വെച്ചിട്ട് നെഗറ്റീവ് ഫ്രെയിംസ് ചെയ്തത് ആണ്. ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം മിസ്റ്റർ റോബോട്ട് എന്ന് വെച്ചാൽ ഓക്കെ. അപ്പം വിഷ്ണു, ഇതിലിങ്ങനെ എനിക്ക് വിഷ്ണുവിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫസ്റ്റ് വിഷ്ണുവിന്റെ ഇൻട്രോ സീൻ കാണിക്കുമ്പോൾ തന്നെ
ഭയങ്കര ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നുണ്ടല്ലോ. ക്ലൈമാക്സിൽ വരുമ്പോഴും അതേ ആ ഒരു ചാട്ടം ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു ആസ്പെക്ട് ആണത്. സോ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു വിഷ്ണു ആസ് എ പേഴ്സൺ ടേക്കിൻ ചെയ്തതൊക്കെ? എനിക്ക് തോന്നി ഭയങ്കര പ്രപ്പ് എന്നുള്ള സംഭവത്തെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതിന്റെ ഇനിഷ്യൽ ഐഡിയ വന്ന് അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ വരുമ്പം ആ സമയം മുതൽ വായിച്ച് നമ്മളൊക്കെ തമ്മിൽ ഇപ്പൊ അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഫിലിം മേക്കർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതല്ലാതെ നമ്മളിപ്പോൾ ഇതാണ് കഥ എന്ന് പറഞ്ഞു, കഥാപാത്രം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ സെറ്റിലോട്ട് ചെന്ന് ഡയലോഗ്സ് എടുത്ത് ഇങ്ങനെ പറയട്ടെ അങ്ങനെ പറയട്ടെ എന്ന് ചോദിക്കുന്നതിനേക്കാളും ഇൻവോൾവ്മെന്റ് നമുക്കുണ്ടാവും ഇതിന്റെ ഇനിഷ്യൽ അതിന്റെ സീഡ് മുതൽ കൂടെ ഉണ്ടാവുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ ധാരണയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മെനക്കെടണ്ട, ഇതിന്റെ പ്രോസസ്സിൽ അങ്ങ് ആ ധാരണ ഉണ്ടായി വന്നോളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്യട്ടെ അങ്ങനെ ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചാലും എന്താണ് ഈ ഒരു പരിസരത്ത് വേണ്ടതെന്നുള്ള സാധനത്തിൽ ഫിലിം മേക്കറിന് ഈ ഒരു ഇതില് ഈ ആക്ടറെ കൊണ്ട് വേണ്ടുന്ന ഇന്റൻഷൻ എന്താണെന്നുള്ള കാര്യം പിക്ക് ചെയ്യാനാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. എന്താണ് ഫിലിം മേക്കറിന്റെ ഇന്റൻഷൻ ഇതില്, അതിനോട് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ നോക്കുള്ളൂ. അതല്ലാതെ ഭയങ്കര ക്യാരക്ടർ പിടിക്കാൻ അങ്ങനത്തെ സ്പേസിൽ ഒരുപാട് നേരത്തെ ആലോചന, ഒരുപാട് നേരത്തെ പ്രെപ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഐ ട്രസ്റ്റ് ഹിം ജസ്റ്റ്. നമ്മളൊരു സീനുണ്ട്, ഇയാളിങ്ങനെ കടലിലൂടെ നോക്കുന്നവള്, അതിലൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഇവിടെ എനിക്ക് ഓഡിയൻസിനെ കൊണ്ട് ഫിലോസഫിക്കലി ഇത് ഡീപ്പർ ആണെന്ന് തിങ്ക് ചെയ്യിപ്പിക്കണം, ഇതാണ് എൻ്റെ ഇത്. അപ്പം അത് പിന്നെ ഇയാളുടെ ജോലിയല്ലേ, ഇയാളത് ഓഡിയൻസ് നമ്മുടെ ഐബോൾസ് വെച്ചിട്ട് നമുക്ക് ഓഡിയൻസ് ഞാൻ എന്തോ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാണ്, അപ്പോൾ അതിനൊരു ഡെപ്ത് ഉണ്ടെന്ന് പറയുന്ന സാധനം ചെയ്യിപ്പിക്കുന്ന ആക്ടറിൻ്റെ ജോബാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ആക്ടേഴ്സ് വരുമ്പോഴത്തേക്കാണ് ഞാൻ അവരോട് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജോലിയും കുറഞ്ഞില്ലല്ലോ, അത് ഞാൻ ചെന്നിട്ട് നമ്മൾ കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങോട്ട് അങ്ങനെയൊന്നും ഒന്നും ഇത് അപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെ ഇൻറ്റൻസ് വരണം. ഇത്രയും ഭയങ്കര വേഗമായിട്ട് പറയാൻ പറ്റിയാൽ തന്നെ ഭയങ്കര സന്തോഷം. കാരണം എക്സാക്ട്ലി എൻ്റെ മൈൻഡിലില്ല, വി ആർ ഡിസ്കവറിങ് ഇറ്റ് ടുഗദർ. ആ ഓണസ്റ്റി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും ഞാൻ ഇപ്പൊ അങ്ങ് ട്രൈ ചെയ്യാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ചിലപ്പോൾ എഡിറ്റ് പറയുമായിരിക്കും. ഞാൻ ഇവിടെ ഈ ഫ്രെയിം ഒരു 5 സെക്കൻഡ് ഉപയോഗിക്കും. അപ്പൊ ആദ്യം ഒരു ഭയങ്കര കരച്ചിൽ വന്നിട്ട് ഏറ്റവും അവസാനം ഒരു ആങ്കറിൽ നിൽക്കണം. അതിങ്ങനെ തുപ്പലൊരു കട്ട് പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ വണ്ടി ഇരുന്നിട്ട് തുപ്പലൊരു കട്ട് പോയിന്റ് ആണ്. അപ്പൊ ഞാൻ എവിടെയെങ്കിലും തുപ്പണം, ബാക്കി ഫുള്ളും ഇങ്ങനെയൊക്കെ വണ്ടിക്കകത്തിരുന്ന് ഒരുപാട് ഡയലോഗ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷൻ ഭയങ്കര ക്ലിയർ ആണ്. അതിനകത്തുള്ള ബാക്കി ആക്ടേഴ്സിന്റെ ജോലി അതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ചില ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് കാണാൻ എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ അധികം ഇന്ററാക്ട് ചെയ്യാത്ത പിന്നെ തൊല്ലായിട്ടുള്ള ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? അത് എപ്പോഴും വരും, അത് വരും. പക്ഷെ അല്ലാതെ ഇതൊരു കോ ക്രിയേറ്റിംഗ് സ്പേസ് ആയിട്ട് വരുമ്പോൾ ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും എഴുതിയ സാധനം അല്ല വരുന്നത്, അത് ബെറ്റർ ആണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് അവിടെ നിന്ന് തന്നെ ഒരു ഡോക്യുമെന്റ് കിക്ക് കിട്ടും. വല്ലപ്പോഴും അങ്ങനൊക്കെ ഈ ഒരു നമ്മളും കൂടെ ആഡ് ചെയ്ത് മറ്റൊരു പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്പേസ് വരുന്നത്. നമുക്കൊരു സീൻ ഉണ്ടാവും, ഇന്നത് ചെയ്താൽ മതി പറഞ്ഞിട്ട് പൊക്കോ ഇത്ര ഉണ്ടാവുള്ളൂ. നമുക്ക് ഇങ്ങനത്തെ സ്പേസിൽ വരുമ്പോൾ നമുക്ക് കണ്ടീഷൻ കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ അപ്പം ഓക്കെ വേറൊരു ഐഡിയ വരും. എന്നാലും നമുക്ക് ക്യാമറ ഇങ്ങനെ ഒന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വരും. നമുക്ക് ആ ഒരു സ്പേസിൽ ഒരു ക്രിയേഷൻ ആകുന്നത് പക്ഷെ എപ്പോഴും ഒന്നും അവസരം കിട്ടാറില്ല. ബേസിക്കലി എനിക്ക് തോന്നുന്നു ആദ്യം ആർട്ടിനേക്കാളൊക്കെ ഉപരി മനുഷ്യന്മാര് തമ്മിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണത്. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു മണ്ടത്തരാണെങ്കിലും ചോദിക്കാം, ഇങ്ങനെ ചിലപ്പോ ഇൻസൾട്ട് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഇങ്ങനെ നമ്മളെ കളിയാക്കി നമുക്ക് ഫീൽ ചെയ്യോ, അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിങ്ങനെ ട്രൈ ചെയ്തൂടെ, അത് വേണ്ട വേൻ അത് ബാഡാണ്, ഇത് എന്നാ ഇങ്ങനെ അത് പിടിച്ചോ എന്ന് പറയാവുന്ന അതായത് നമുക്ക് സ്റ്റുപ്പിഡ് ആവാനുള്ള ഒരു സ്പേസ് കൂടെ തന്നാൽ മതി. അത് ഈ ഫ്ലോയിലല്ലേ എല്ലാരും ഭയങ്കര ഈ ഫ്ലോയിലല്ല, ആ ഫ്ലോയില് നമ്മള് സ്റ്റുപ്പിഡ് ആവുന്ന മൊമെന്റ് ഉണ്ടാവും. അതും കൂടെ ചേർന്നാണ് ഈ പരിപാടി. അതല്ലാതെ നമ്മളെല്ലാ സമയത്തും ഷാർപ്പ് ആൻഡ് ഇന്റലിജന്റ് ആർട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അങ്ങനത്തെ മെഷീൻസ് ഒന്നും അല്ല. അതെ, ഇതിനകത്ത് പല ഐഡിയാസും ഇപ്പോ നമ്മള് കാസ്റ്റ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴൊക്കെ പലതും വർക്കാവുമോ ഇല്ലേന്ന്
നമുക്കറിയാം വർക്കാവൂലായിരിക്കും, പക്ഷെ അവിടെ നിന്ന് നമ്മൾ ചോപ്പ് ചെയ്യാതെ ചിലതൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അത് വർക്കാവും. അത് ഭയങ്കര ഹൈ ആണ്. നമുക്ക് ഞാനിത് വർക്കാവും എന്നുള്ള കാര്യം അറിയത്തില്ല, എന്നാ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ആക്കിയിട്ട് അത് ട്രൈ ചെയ്യുന്നു, അത് വർക്കാവും. അതെ അതെ, നമ്മൾ കൊതുകടിക്കുന്ന സീൻ നമുക്ക് ആർക്കും ട്രസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ എഴുതിയ എനിക്കും ട്രസ്റ്റ് ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങർക്കും ട്രസ്റ്റ് ഇല്ല. ലൈക്ക് ബിൽഡപ്പ് കൊടുത്ത് വന്നിട്ട് അതെ അതെ, അത് പക്ഷെ അത് നമുക്ക് ചെയ്ത് നോക്കി ഫസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ട്, ഇതിന്ന് താഴെ പോകില്ലല്ലോ. ഇതിലെ കുറച്ച് സീനിന്റെ വേറൊരു ഇന്റർവ്യൂല് കണ്ടതാ, വിഷ്ണു പെർഫോം ചെയ്ത ചില സാധനങ്ങള് മ്യൂസിക് വന്നപ്പോഴത്തേക്കിനും ഹൈയിൽ പെർഫോം ചെയ്തത് കട്ട് ചെയ്തിട്ട് മ്യൂസിക് കാരണം മാറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഭയങ്കര ഹൈ നോട്ടിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ രാജേട്ടൻ പറഞ്ഞു ഇയാളുടെ ഐസിലെല്ലാം ഉണ്ട്, അപ്പം ഞാൻ അത്രയും കേറ്റണ്ട എന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തീരുമാനിച്ചു. ആൻഡ് റാൻഡംലി രാജേഷ് നാരോ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രൈസ് ചെയ്യും. ഞാൻ ഇതിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നല്ലത് പറഞ്ഞില്ല രാജേട്ടിങ്ങനെ കുഞ്ഞിന് അപ്പം വിഷ്ണു RDX ആണെന്നോ ഇൻസോംനിയ ആണെന്നോ ഒന്നും ഈ നമ്മുടെ മ്യൂസിക് ഡയറക്ടറിന് അറിയില്ല. ലൈക്ക് പുള്ളി ഇതൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല, അമേരിക്കയിലൊക്കെയാണ് പുള്ളി. ആ ചെയ്ത പയ്യൻ അവന്റെ കണ്ണ് കാണുമ്പോൾ എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഇംപ്രഷൻ. അപ്പം ഞാൻ പല സ്ഥലത്തും വിഷ്ണുവിന് എന്ന് വെച്ചാൽ വിത്ത് ഫ്ലോ ആണ് മ്യൂസിക്, എന്ന് വെച്ചാൽ കൂടുതൽ അതിനെ ഇന്റന്റ് ചെയ്യില്ല. പക്ഷെ മ്യൂസിക് ലൗഡ് മ്യൂസിക് തന്നെയാണ് ഇതിൻ്റെ അത്, മ്യൂസിക് സൈലന്റ്. പിന്നെ ബേസിക്കലി നമ്മൾ ഈ പ്രോസസ്സിന്റെ ആ സ്പേസിലുണ്ടായിരുന്നു. ഇപ്പൊ എഡിറ്റ് ചെയ്യുന്നവര് അല്ലെങ്കിൽ സ്കോർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, അപ്പൊ ഇവർക്കൊക്കെ കുറച്ചും കൂടെ അവര് ഫുട്ടേജ് മാത്രമാണ് കാണുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് എടുത്തതാണെന്നൊക്കെ പറയുന്ന അറ്റാച്ച്മെന്റ് അവർക്കില്ല. ഇത് വർക്കാവത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പോസ്റ്റിൽ കൂടുതലും അവരുടെ ഫീഡ്ബാക്സ് നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യും, ഭയങ്കര ട്രസ്റ്റ്. ഇത് കൊള്ളാം, ഇത് നന്നായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നുള്ള ഹൈനേക്കായും കൂടുതൽ ഞാൻ കുറച്ചുകൂടെ ഓതന്റിക് ആയിട്ട് ട്രസ്റ്റ് ചെയ്യും. കാരണം ഫുട്ടേജ് മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിൽ. ഇത് വർക്കല്ല, ഇത് വർക്കാ, ഇത്രേ ഉള്ളൂ. മറ്റോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടെടുത്തതാണ്, ഇത്ര നേരം നിന്ന് ഈ ഷോട്ട് കിട്ടാൻ എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനെ ഷോട്ട് കിട്ടാനുള്ള സംഭവത്തിൽ എന്തിനായിരുന്നു ഇതെന്ന് ചിലപ്പോൾ തോന്നുന്നു എന്നായിരിക്കും ഇവർക്ക് ഫുട്ടേജ് കാണുമെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. അപ്പൊ ആ സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ എഡിറ്റർ, സ്കോർ ചെയ്യുന്നവര്, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഫീഡ്ബാക്ക് അതിന് തൊട്ട് മുമ്പ്, അതായത് ഇത് റിലീസായി പ്രേക്ഷകർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒരു ധൈര്യം തരുന്നത് ഇങ്ങനെയുള്ളവരുടെ ഫീഡ്ബാക്ക്. അതെ, നോർമലി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ ഡയറക്ടേഴ്സ് എഡിറ്ററിനൊപ്പം ഫസ്റ്റ് കട്ടിന് ഇരിക്കരുത് എന്നുള്ളത്. ഇപ്പൊ ഡയറക്ടർ തന്നെ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില സീൻസ് ഉണ്ടല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ളതായിരിക്കും. അപ്പം ആസ് എഡിറ്റർ ചില സാധനങ്ങൾ ഒന്നും നോക്കാതെ കട്ട് ചെയ്ത് കളയും. ഡയറക്ടർ തന്നെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടർ തന്നെ എഡിറ്റ് ചെയ്തപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെക്കും. കഷ്ടപ്പെട്ടതെല്ലാം വെക്കും. ഞാൻ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടു വെയിലത്തൊക്കെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ടു എല്ലാം വെക്കുക. എന്നിട്ട് ഇത് ക്ലീൻ ആയിട്ട് ഇതിന്റെ കട്ട്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3-4 months സീരീസ് ഷൂട്ട് ചെയ്തു. സീരീസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് റീവിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കഷ്ടപ്പാട് മറക്കും, സ്ട്രെയിഞ്ചർഷിപ്പ് വരും. അപ്പോൾ ഇതിന്ന് നമ്മൾ ലാസ്റ്റൊക്കെ റിനോയും കണ്ടിട്ട് റിനോയും പറഞ്ഞ മച്ചാനെ ഇത് കുറച്ച് നേരമായല്ലോ ഇത്. അപ്പൊ അങ്ങനെ ഒരു 3 minutes പിന്നെ ചോപ്പ് ചെയ്ത്. അപ്പം അല്ലാതെ ഞാൻ അത് വെക്കും. സീരീസിലും അങ്ങനെയാണ്, നമ്മളെല്ലാം കൂടെ ഒരു 7 minutes സീരീസിന്റെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 6 hours ആണ്, പക്ഷെ അതിൽ 7 minutes നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നല്ലോ. അപ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തും കുറേ ഫിലിം സ്കൂളിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ എഡിറ്റ് ചെയ്തുകൂടാന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെയൊക്കെ എഡിറ്റ് ചെയ്യാതെ എനിക്ക് രാകേഷ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, സുഹേൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് മെറ്റീരിയൽസ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ചിലപ്പോൾ ക്ഷീണിച്ചു പോകും. അപ്പം ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്ത് ലൈനാക്കിയിട്ട് എൻ്റെ എഡിറ്ററിന് കൊടുക്കേണ്ടിയൊക്കെ വരുന്നു. എന്ന് വെച്ചാൽ ഇതിന് ഒരു രീതിയിലേ പോകാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സീക്വൻസിൻ്റെ ഒരു രീതിയിൽ ഒരു സ്നാപ്പിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് തന്നെ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത് ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യും. അല്ലാതെ പ്രോസസ് വൈസ് ബിഗ് ആകുമ്പോഴത്തേക്ക്, അതായത് എനിക്ക് എഡിറ്റിംഗ് കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സുകളാണ് ഇപ്പോൾ അടുത്ത 2 ഫിലിംസൊക്കെ വരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നല്ലൊരു എഡിറ്റർ തന്നെ വർക്ക് ചെയ്യും. സീരീസ് ഇസ് എഡിറ്റഡ് ബൈ ശശികുമാർ. ശശിയേട്ടനാണ് സീരീസ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ
6 മണിക്കൂറിൻ്റെ കണ്ടന്റ്, പക്ഷേ ഷൂട്ട് ചെയ്ത് 1 മന്തിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ്. യെസ്. പിന്നെ അതുപോലെ തന്നെ സോറി, ഞാൻ നിങ്ങളെ രണ്ടുപേരും പോസ്റ്റ് ആക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ ഇതാക്കാം, നമ്മള് ഞങ്ങള് ടീം വർക്ക് ആണല്ലോ, മനസ്സിലായല്ലോ അത് തന്നെ. ഓക്കെ. ഇപ്പം ഈ കൃഷ്ണന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആൻഡ് ഫെസ്റ്റിവൽ മൂവീസ് 2 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പലപ്പോഴും പലരും ഫെസ്റ്റിവൽ മൂവീസിനെ പലരും ചിന്തിക്കുന്നുണ്ട് ഇതിന് വളരെ കുറഞ്ഞ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഇത് 2ലും നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ പറയൂ, അതിനെങ്ങനെ, എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അല്ലല്ലേ, ഇത് അങ്ങനത്തെ ഒരു മെക്കാനിസത്തിലാണ്. ലൈക്ക് അത് നമ്മൾ ബിലോങ് ചെയ്യുന്ന ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ സ്പേസ് വലുതേ വലുതേ വരും. അപ്പം എൻ്റെ സ്പേസ് ഇപ്പം നിങ്ങൾ പറഞ്ഞ സ്പേസ് ആയിരിക്കും, അത് മാറാനും സാധ്യതയുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ മൂവി, അടുത്ത ഒരു ഫുൾ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം. പക്ഷേ നമ്മളിപ്പം സ്പൈ ആണ് വരുന്നത്, നമ്മൾ സ്പൈ മൂവി ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം അത് എൻഡ് ടു എൻഡ് ആക്ഷൻ ആണ്. അപ്പം അതിൽ ഫുള്ള് കമേഴ്ഷ്യൽ പരിപാടികൾ. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ആവാസ വിഭവം ഇറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലുള്ള സമാന്തര സിനിമ എന്ന് പറയുന്നതിന്റെ സ്വഭാവം മാറി, മനസ്സിലായി. അതായത് ഒരുപാട് നേരം കുറച്ച് ആളുകൾക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ സ്പേസിൽ നിന്ന് ഇപ്പൊ ആവാസ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാനും എന്റെ ബ്രദറും ഒക്കെ കണ്ടാല് ഹി ക്യാൻ കണക്ട്. നമുക്ക് പുരുഷപ്രേതമാണെങ്കിലും പുരുഷപ്രേതം ഭയങ്കര കൊമേഴ്ഷ്യലാണ്. ഐ മീൻ ഇവിടുത്തെ കൊമേഴ്ഷ്യൽ അച്ചുകളുടെ എല്ലാ സ്പേസും ഉള്ളതാണ്. ഈ നമ്മുടെ സംഘർഷഘടന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എല്ലാം ഞാൻ പറയാ അതിൽ അഭിനയിക്കുന്ന ആർക്കും ഡയറക്ടർ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫിലോസഫിക്കൽ ഭാരവും ഇല്ല. എല്ലാവരും അവരവരുടെ സ്പേസ് ആണ് ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി വരാനുള്ള സ്പേസിൽ ഇപ്പം എല്ലാത്തരം സിനിമകളും പ്രശാന്ത് എന്ന് പറഞ്ഞ ഫിലിം മേക്കറിന്റെ നിന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകനാണ് ഞാൻ ബേസിക്കലി. അപ്പൊ അടുത്ത അതെ അതെ ഒരു അതായത് ഇനി ഒരു സീരീസ് വരുന്നുണ്ട്. ഐ മീൻ എനിക്ക് തോന്നുന്നു ഹൈ എൻഡ് കൊമേഴ്ഷ്യൽ ഡയറക്റ്റ്, ഐ മീൻ വിത്ത് മ്യൂസിക്, ജോക്സ്, ക്യാരക്ടേഴ്സ്, ഫിലിം മേക്കിംഗ്. നമ്മളിപ്പോ എപ്പോഴും പറയുന്നത് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പൊ ഒരു ഭയങ്കര മണി ഷോട്ട്സ് കാണിക്കുന്ന ഒന്നിനെയാണ് എപ്പോഴും കൊമേഴ്ഷ്യൽ ആംഗിളിൽ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ എന്നാ അത് എന്തായാലും ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ട് പറയാ. അത് വേറെ അതിന് ഗുഡ് ഓർ ബാഡ് എന്ത് പറഞ്ഞാലും അത് കൊമേഴ്ഷ്യൽ അല്ലെന്ന് ആരും പറയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഇതെല്ലാം ലിസ്റ്റ് ചെയ്തോ എല്ലാ സീരീസിലും ഉണ്ടാവും. പക്ഷെ അതില് ലിസ്റ്റിൽ ഇല്ലാത്തത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സാധനം ഇല്ല. അതാണ് കമേഴ്ഷ്യലിന്റെ ഏറ്റവും അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ മെറ്റീരിയൽ തന്നെയാണ് സൂപ്പർ സ്റ്റാർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് മസ്തിഷ്കം വരുന്നുണ്ട്. മസ്തിഷ്കവും കൊമേഴ്ഷ്യൽ കോമഡി 2040 ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് ഫോർ തിയേറ്റേഴ്സ് ഫോർ എവ്രിബഡി. ഇത് സംഘർഷം ഇസ് നോട്ട് ഫോർ തിയേറ്റർ കേട്ടോ. ബിക്കോസ് OTT ഇസ് ദാറ്റ് യു റിലീസ് ഇൻ തിയേറ്റർ ആൻഡ് വീൽ സി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ തിയേറ്ററിൽ കൊണ്ടുവന്നേക്കുന്നത്. തിയേറ്റർ ഡിസൈനും തിയേറ്ററിന്റെ പരിപാടികളെല്ലാം ഉണ്ടെങ്കിലും തിയേറ്ററിന് വേണ്ടി നമ്മൾ എല്ലാ സെക്കൻഡിലും നിങ്ങളുടെ അറ്റൻഷൻ സ്റ്റീൽ ചെയ്യുന്ന ഒരു പരിപാടി അങ്ങനെ അവസാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് ബോറടിക്കും. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കോണ്ടംപ്ലേറ്റീവ് ആണ് ഈ സിനിമ. ഓരോ സിനിമയ്ക്കും ഓരോ രീതി ഉണ്ടെന്നേ. അപ്പോൾ നമ്മൾ യുദ്ധത്തിനെ കുറിച്ചൊരു ചൈനീസ് ഫിലോസഫിക്കൽ പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ഹ്യൂമറൊക്കെ ഭയങ്കര തമാശയാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ തമാശകളെല്ലാം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ചിരിക്കത്തുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൊട്ടിച്ചിരിക്കുന്നില്ല. ഈ ഷിൻസാന്റെ ജോക്കാണെങ്കിൽ ആ ജോക്ക് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അടുത്ത ഡയലോഗ് മിസ്സാവും. ആ ജോക്ക് പറഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ ജോക്സും അങ്ങനെ ജോക്ക് ലൈവായിട്ട് ചിരിക്കുന്ന ജോക്കുകളില്ല. അത് ഇതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങേരുണ്ട്, ശ്രീനാഥുണ്ട്, പിന്നെ ആരുണ്ട്, ഇവർ രണ്ടുപേരൊക്കെ മറ്റേ സ്പോണ്ടേനിയസ് ജോക്കുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ആ ജോക്കുകൾ എത്ര സാധനം ഇങ്ങനെ ചവിട്ടുന്ന അവിടെയൊക്കെ എത്ര ജോക്കുകൾ, അതെല്ലാം ജോക്ക് വേണ്ട ഞാൻ അത്ര കെട്ടഹസിക്കേണ്ട ചെറിയ രീതിയിൽ യുദ്ധത്തിനെ കുറിച്ചൊരു സിനിമയല്ല. എന്ന് വെച്ചാൽ അത് ഒരു യുദ്ധ ഫിലിമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ടേസ്റ്റില് പോറ് തന്നെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് പ്രയാഗും കാൻഡ്രോയും കളർ ചെയ്യുമ്പോഴും അതിന്റെ കളർ ചെയ്യുമ്പോഴും ഇതിനൊരു ഡൾനെസ് ഫുള്ളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഒരു റെയിൻ വരാൻ പോകുന്ന പോലത്തെ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ട്. ചില തിയേറ്ററുകളിൽ അത് ബ്ലാക്ക് ആണ്. ഓക്കെ, ഇപ്പൊ കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാര്യം ചോദിച്ചത് കൊണ്ട് കൃഷ്ണാനന്ദൻ ഫ്രണ്ട് കിട്ടിയ ചോദിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ലാലേട്ടൻ സിനിമയുടെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ? വഴിയെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഒന്നും പറയാൻ പറ്റൂല അല്ലേ? ഈ കാസ്റ്റൊക്കെ തന്നെ ഉണ്ടാകുമോ അതില്? നമ്മുടെ എല്ലാവരും കാണും. അവര് സമ്മതിച്ച എല്ലാവരും കാണും. പക്ഷേ ഐ വുഡ് വോണ്ട്, കാരണം നമുക്ക് എന്തായാലും അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അദ്ദേഹം ഇല്ലാത്ത സീനുകളിലൊക്കെ നമ്മുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പടപടാ ചെയ്തു പോകാൻ പറ്റാതെ. പാസിംഗ് ഷോട്ടിലാണ് എല്ലാവരും ഒരുമിച്ചൊക്കെ പാസ് ചെയ്യും. അതെ മറ്റേ ഭാഗോ. ഓക്കെ, അപ്പൊ ഇനി വിഷ്ണുവിന്റെ ഒക്കെ ഏതാണ് അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ? ഞാന് ഇപ്പൊ ഞാൻ ടിനു ടിനു പാപ്പച്ചന്റെ ഫിലിം ചെയ്യുന്നുണ്ട്. വേറെ 1-2 ഇങ്ങനെ പൈപ്പ് ലൈനിലുണ്ട്. അപ്പൊ അതാണ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സന്തോഷ് ട്രോഫി തുടങ്ങുകയാണെങ്കിൽ അത് ജോയിൻ ചെയ്യണമെന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ മഹേഷിന്റെ പടം ചെയ്തു, MMM. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം പുറത്ത് വന്നെന്ന് തോന്നുന്നു, അത് ചെയ്തു. സന്തോഷ് ട്രോഫി ഉണ്ട്, പിന്നെ നല്ല സംഘം ഇറങ്ങാനുണ്ട്, മസ്തിഷ്കം വന്ന് ഇറങ്ങാനുണ്ട്. കുറച്ച് പരിപാടികൾ സംസാരം നടക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഇതിന്റെ OTT റിലീസ് ഉടനെ ഉണ്ടാവും? 45 days കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റി. IFFK എനിക്ക് കാണാൻ പറ്റിയില്ല. തിയേറ്ററിൽ കണ്ടു. അപ്പൊ എന്തായാലും അടിപൊളി. അടുത്ത പരിപാടി മസ്തിഷ്കം മസ്തിഷ്കം ഞാൻ ഈവൻ ദോ ഐ വിൽ കംപ്ലീറ്റ് ബിഫോർ IFFK. ഞാൻ IFFK ഈ പ്രാവശ്യം അത് അടുത്ത വർഷം കൊടുക്കുന്നുള്ളൂ. ഞാൻ അയാൾക്ക് തിയേറ്ററിൽ കൊടുത്തിട്ട് പോകുന്നുള്ളൂ. കാരണം IFFK കണ്ടിട്ട് ആ ഓഡിയൻസ് പിന്നെ കാണത്തില്ല. കൊമേഴ്ഷ്യൽ മൂവി. ഓൾസോ അതിന്റെ റൈറ്റപ്പ് ഒന്നും വേണ്ട, സർപ്രൈസ്, നല്ലൊരു ഫങ്കി സർപ്രൈസ് ആണത്. അതെ അതെ, നമ്മളെല്ലാം ഭയങ്കര ഉണ്ടായിരിക്കും. എന്നാലും കാണാൻ വേണ്ടി ഒരുപാട് തള്ളണ്ട, സീൻ മാറുന്നു പറയുന്നത്. മസ്തിഷ്കം വന്ന് കുറച്ച് സീൻ മാറ്റുമോ? ഞങ്ങൾ ആ സീനുകളിലൊക്കെ നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്. 4.5 അതിന് മുമ്പ്, 4.5 മുമ്പ് ഇറങ്ങും. അപ്പൊ അത് പ്രോപ്പർലി ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതൊരു ഡിസ്റപ്റ്റർ ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വെബ് സീരീസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് മെക്കാനിസത്തിന് ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിൻ്റെ അകത്തുണ്ട്. 4.5 നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാം. മസ്തിഷ്കം നമുക്ക് അങ്ങനെ ക്ലെയിം ചെയ്യേണ്ട. സംഘർഷം നമ്മൾ മിണ്ടല്ല. ഓരോന്നും ഓരോ സ്കെയിലില് മാറ്റി മാറ്റി വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും അടിപൊളിയായി വരട്ടെ. അടുത്ത വർക്ക് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കാണാം എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.